Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, പാല. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രമേഹം തന്നെയാണ്. പക്ഷേ ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട്, എനിക്ക് പ്രമേഹമുണ്ട്, BP ഉണ്ട്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ പറയും. അപ്പം ഷുഗർ എങ്ങനെയുണ്ട്, ഷുഗർ എന്താണെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, കൺട്രോളിലാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എന്താ കാലിന് പുകച്ചിൽ എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. പിന്നെ ഈ നമ്മൾ നേരത്തെ ഉള്ള പോലത്തെ കാഴ്ച അത്ര ക്ലിയർ അല്ല, കുറച്ച് മങ്ങി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അതെ മങ്ങി വരാറുണ്ട് എന്ന് ചോദിക്കും. പിന്നെ നേരത്തെ തന്നെ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടില്ലേ, അതായത് കൈയും കാലും ഒക്കെ കുറച്ച് ശോഷിച്ച പോലെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതെ, അപ്പോൾ അതായത് പ്രശ്നങ്ങളെല്ലാം കിടപ്പുണ്ട്. അതേപോലെ പുരുഷന്മാരോടാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പം പഴയ രീതിയിലുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഇറക്ഷൻ അല്ലെങ്കിൽ ടൈമിങ്, ഇതൊന്നും പ്രോപ്പറായിട്ട് ആകുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഉള്ള കപ്പാസിറ്റി കുറവാണ് ഇപ്പം എന്നുള്ള രീതി പറയാറുണ്ട്. പിന്നെ പല ആളുകളിലും അതായത് ഷുഗർ എന്തായാലും തുടങ്ങിയിട്ടൊരു 4-5 കൊല്ലം ആകുമ്പോഴത്തേന് ഈ ഡാമേജുകളെല്ലാം തുടങ്ങും. പക്ഷേ അവരുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും ഷുഗർ കൺട്രോളായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഏരിയ മെയിനായിട്ടും ഈ റിപ്പയർ പണികളായതുകൊണ്ട് നമ്മൾ പ്രമേഹത്തിന് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രമേഹത്തിൻ്റെ ഒരു ഗുളിക എടുത്തു, അത് 4-5 മാസം കഴിയുമ്പോഴത്തേനും പിന്നെയും ചെക്ക് ചെയ്യുമ്പോഴത്തേനും പിന്നെയും 180-200 കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗുളിക എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് ഡോക്ടറോട് പറയുമ്പോൾ ഓക്കെ, അതിൻ്റെ കൂടെ വേറൊരു ഗുളിക കൂടെ ചേർത്ത് തന്നു. പിന്നെ നോക്കുമ്പം ഈ 2 മരുന്നുകൾ ഒരു ഗുളികയിലേക്ക് ആക്കിയിട്ട് പണി എളുപ്പമാകാനായിട്ട് കഴിക്കുന്ന രീതിയിലേക്ക് വരും. പിന്നെ അങ്ങനത്തെ ഗുളികകളുടെ എണ്ണം പ്രമേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു 4-5 കൊല്ലം കൊണ്ട് കൂട്ടി കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഭൂരിഭാഗം സംഭവിക്കുന്നത്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രമേഹം കൺട്രോളാണെന്നാണ് പറയുന്നത്. ഇവിടെ 4 മരുന്നാണ് കഴിക്കുന്നത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതായത് കഴിക്കുന്നത് ചിലപ്പോൾ 2 ഗുളികയായിരിക്കാം, പക്ഷേ അതിനകത്ത് 2-3 മരുന്നുകളാണ് ഒരു ഗുളികയിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മരുന്ന് കൂടുതൽ കഴിച്ചുകൊണ്ട് കൺട്രോളിലാണെന്ന് പറയുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ മരുന്ന് പണിയെടുക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് ഡാമേജ് എന്തായാലും ഉണ്ടാകും. കുറച്ച് നാൾ കൊണ്ട് മൂത്രത്തിൽ പത തുടങ്ങും, ക്രിയാറ്റിൻ ലെവലിൽ വേരിയേഷൻ വരും, സോഡിയം ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതപ്പുണ്ടാകും, കാലിൽ ചെരുപ്പ് തെറിച്ച് പോയാൽ അറിയാത്ത രീതിയിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും കാലിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് കറുപ്പ് പാടുകൾ വരും. പിന്നെ എന്താ പറയുക, ഏത് വിരലിനാണ് ഇപ്പോൾ നമ്മൾ കണ്ണടച്ച് വെച്ച് ഒരാളോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഓക്കെ കണ്ണടച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ കാലിൻ്റെ ഏതെങ്കിലും ഒരു വിരലിനെ പേന കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. അപ്പോൾ പറഞ്ഞാൽ ഏത് വിരലാണ് എന്ന് പറയാം, ടച്ച് ചെയ്തു എന്ന് ചിലർ പറയും, ടച്ച് ചെയ്തു എന്ന് എനിക്കറിയാം, പക്ഷേ ഏത് വിരളാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില ആൾക്കാർ രാത്രിയിലൊക്കെ എന്ന് പറയുന്നത് കടക്കാൻ നേരം തുണിയൊക്കെ നനച്ച് കാല് ചുറ്റുന്നത് പുകച്ചിൽ കാരണം, അതായത് തീയിൽ വെക്കുന്ന ഒരു പുകച്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് പ്രമേഹമുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളാണ് ശരിയാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. കാരണം പ്രമേഹം ഉള്ള ആളുകൾ അവരുടെ ലൈഫ് കോംപ്ലിക്കേഷൻ ആകുന്നത് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതൊന്നും പ്രമേഹം കാരണമല്ല. ഇതേപോലെ കിഡ്നി ഫെയിലിയർ കേസുകളോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് പാരലൈസ് ആയിട്ട് ആ ഒരു രീതികളിലോ അറ്റാക്ക് വന്ന പ്രശ്നം. കാരണം പ്രമേഹമുള്ള ആളുകളിൽ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാകും, അതായത് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അത് ക്ലിയർ ആക്കണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കാല് മുറിച്ച് മാറ്റണം എന്ന് പറയുന്ന ആൾക്കാർ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫുള്ള് നോക്കി ഓക്കെ, എന്നിട്ട് കാലിൻ്റെയൊക്കെ ഇത് വിരലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുക. അതിനകത്ത് മൊത്തത്തോടെ പൊടിഞ്ഞിരിക്കുകയാണ്, ഈ പറയുന്ന അസ്ഥികളൊന്നും ഇല്ലാന്ന് പറയുന്നത് നമ്മൾ പറയും വേറൊന്നും ഓപ്ഷൻ ഇല്ല, ആ വിരൽ എടുക്കേണ്ടി വരും. അത് സർജനെ കാണിച്ച് എടുക്കുക. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ആ വിരൽ പോയി എന്ന് പറഞ്ഞ ഉടനെ ആ വിരൽ മാറ്റി പ്രശ്നം മാറത്തൊന്നുമില്ല. ഈ കാലിലേക്കുള്ള മൊത്തം രക്തക്കുഴലുകൾ ബ്ലോക്കാണ്, ചെറിയ രക്തക്കുഴൽ ബ്ലോക്കാണ്. ഒരു വിരലിലേക്ക് ഡാമേജ് വന്നു, ശരിയാണ്, ആ ഡാമേജ് മാറുമ്പോഴത്തേക്കും അടുത്ത വിരലിലേക്ക് വരും, പിന്നെ അടുത്ത്. അപ്പോൾ ഓരോ വിരലും ഇങ്ങനെ മുറിച്ച് ആംപ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ഓപ്ഷൻ അല്ല. പിന്നെ അത് നമ്മൾ പാദത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പിന്നെ മുട്ടിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. ആംപ്യൂട്ട് ചെയ്താൽ വിരലുകളോ അല്ലെങ്കിൽ കാലോ മുറിച്ച് മാറ്റുന്നൊരു കണ്ടീഷൻ പ്രമേഹം കൊണ്ടുണ്ടായാൽ അത് 5 കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കുന്ന ആൾക്കാർ വെറും 15%. ബാക്കി ഭൂരിഭാഗം ആൾക്കാർ എന്ന് വെച്ചാൽ കാലം അത്രയും ഡാമേജ് വരുമെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും പല ഡാമേജുകൾ വന്നു കഴിഞ്ഞു എന്നാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഒരു വിരൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വിരലുകളെ ബാക്കി കാലിനെല്ലാം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും, നമുക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് ഈ വിരൽ ഓരോന്നോരോന്ന് മുറിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നാണ് നമുക്ക് ഇത് പ്രശ്നം മാറുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് കരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ചെറിയ രക്തക്കുഴലുണ്ട്, ചെറിയ കാപ്പിലറീസ് എന്നാണ് അതിന് പറയുന്നത്. ഈ കാപ്പിലറീസിൽ ഫുള്ള് ബ്ലോക്ക് വരും. അതായത് നമ്മൾ നിലത്ത് ഒരു പഞ്ചസാര വെള്ളം ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി കിടക്കത്തില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷേ സാധാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങ് പോവും, ഒഴുകി പോവുകയാണ്.
അതേപോലെയാണ് നമ്മുടെ ബ്ലഡിൽ രക്തം ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ രക്തക്കൊള്ളിലെല്ലാം പോയി ബ്ലോക്ക് ആവും. എന്നിട്ടാണ് ഈ കാഴ്ച മങ്ങുന്നത്. ചില പ്രമേഹ രോഗികളെ കണ്ടാൽ മതി, അവരുടെ ഷോൾഡർ സ്റ്റിഫാണ്, ഇങ്ങനെ ഇത്രേ പൊങ്ങത്തുള്ളൂ, പുറകോട്ടൊന്നും അധികം പോകത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചെറിയ രക്തക്കൊള്ളുകളെല്ലാം ബ്ലോക്ക് വരികയാണ്. ഉദാഹരണ പ്രശ്നം, രക്തക്കൊള്ളിന് ബ്ലോക്കാണ്. നമ്മളിപ്പോൾ ഹാർട്ടിൻ്റെ മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ കാലിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ മെയിൻ ഏരിയ കാലായതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമേ അല്ല. കാലയിൽ ഫംഗസ് വരിക, നഖത്തിന് ഫംഗസ് വരിക, കാലിൽ വിരലുകൾക്ക് പിടിച്ചാൽ മനസ്സിലാകാതെ വരിക, കാലിൽ ഭയങ്കരമായിട്ട് പുകച്ചിൽ അനുഭവപ്പെടുക, നിലത്ത് ചവിട്ടിയാൽ അറിയാത്ത ഒരു രീതിയിലേക്ക് വരിക, ഏത് വിരലിലേക്ക് തൊട്ടെന്ന് മനസ്സിലാകാതെ. പക്ഷേ ഇതൊക്കെ നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് വേറൊന്നുമില്ല, ഈ ചെറിയ ചെറിയ രക്തക്കൊള്ളി ക്ലിയർ ആക്കാനായിട്ടുള്ള മരുന്നുകളും രീതികളും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ ആ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതെപ്പോഴും നമ്മൾ കുറച്ച് 5 കൊല്ലം ഷുഗർ കഴിക്കുമ്പോഴത്തേനും ബി പി തുടങ്ങും. പിന്നെ ബി പിക്ക് മരുന്നെടുക്കുന്നത്. ബി പി ഉണ്ടാകുന്നത് വളരെ സിമ്പിളാണ്. രക്തക്കൊഴലുകളിൻ്റെ ഉള്ളിൽ ഇതേപോലെ കൊളസ്ട്രോൾ, സോഡിയം, കാൽസ്യം എന്നൊക്കെ പറയുന്ന പല സാധനങ്ങളെ അടിഞ്ഞുകൂടി ഒരു പരിധി കൂടുതൽ ഇത് രക്തക്കൊഴൽ വികസിക്കാതെ വരുമ്പം അവിടെ ഈ രക്തക്കൊഴൽ ഇങ്ങനെ കിടക്കുന്നത്, പക്ഷേ അതിൻ്റെ തുള ഭയങ്കര ചെറുതായിരിക്കും. അപ്പം പ്രഷർ കൂടുകയാണ്. ഈ പ്രഷർ ഇങ്ങനെ കൂട്ടി വരുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ആണ് എല്ലാവരും വരുന്നത്, കിഡ്നിക്കാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത്. കാരണം കിഡ്നിയിലാണ് ഈ ഭൂരിഭാഗം ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യുന്നൊരു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോഴാണ് ഹാർട്ടിലേക്ക് വരുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയൊരു പ്രമേഹമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മരുന്നെടുക്കുന്നുണ്ടോ, ഇത് കൺട്രോളാന്ന് പറഞ്ഞ് ഇരിക്കരുത് ഒരിക്കലും. ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ സിംറ്റംസാണ് ആദ്യം ക്ലിയർ ആക്കേണ്ടത്. അത് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതിന് സാധാരണ രീതിയിൽ നമുക്ക് ചിലതിന് മരുന്നെടുത്തേ പറ്റും. ചില മരുന്നുകളുണ്ട്, ചില സപ്ലിമെൻറ്റ്സ് രീതിയുണ്ട്, എക്സസൈസ് മെത്തഡുകളുണ്ട്. ഓരോ ശരീര രീതി അനുസരിച്ച്, മസിൽസിൻ്റെ അളവിനനുസരിച്ച് നമ്മളത് മാറ്റണം. അപ്പം ചില ആളുകൾക്ക് കാർഡിയാക്ക് ആയിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാർഡിയാക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ആർക്കും. പൊതുവെ ചെയ്യുന്നത് വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസ് മെത്തഡുകളാണ് മസിൽ ഗ്രോത്തിന് വരുന്നത്. കാരണം ചില ആൾക്കാർക്ക് ശരീരം വണ്ണം കാണും, പക്ഷെ മൊത്തം ഫാറ്റ് ആയിരിക്കും, മസിലെല്ലാം പോവുകയാണ്. ഒരു 60 കിലോ ഉള്ള ഒരാൾക്ക് 60 ഗ്രാമെങ്കിലും മിനിമം പ്രോട്ടീൻ വേണം. ഒരു മുട്ട കഴിച്ച് ആകെ 6 ഗ്രാമേ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള പ്രോട്ടീൻ എവിടെ നിന്നാണ്? അപ്പം മീനും ഇറച്ചിയും അതേപോലെ പയറുപരിപ്പ് വർഗ്ഗങ്ങളും നട്ട്സും ഈ പറയുന്ന തൈര് വെണ്ണ സാധനങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ സപ്ലൈ ചെയ്ത് ഇതാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഇത് പോയിട്ട് ഇത് ചോറ് മാത്രം അരിയും ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മസിൽസ് എല്ലാം വേസ്റ്റ് ആയിട്ട് പോവുകയാണ്, മസിൽ വേസ്റ്റിങ് വരുവാണ്. ചില ആളുകളെ കാണാറില്ലേ, കാലൊക്കെ നല്ല കോല് പോലാണ് ഇരിക്കുന്നത്. പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരുടെ വേറെയാണ്. പക്ഷേ പ്രമേഹമുള്ള ആളുകളിൽ അങ്ങനെ ഇടം വന്നു കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്ന ചെയ്യണം പറയുന്നില്ല. നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ജസ്റ്റ് പ്രമേഹമുള്ള ആളുകൾ ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റം ഉള്ള ആളുകൾ ഇത് നോക്കുക, ഇത് ക്ലിയർ ആക്കുക. അതായത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡുകൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന എന്താ പറയുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അത് ഇറച്ചി, മീൻ, മുട്ട, പച്ചക്കറികൾ, ഇലക്കറികൾ, നട്ട്സ്, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. വെണ്ണ, നെയ്യ്, തൈര്, മോര്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ അരിയും ഗോതമ്പ് സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ചെറിയ അളവിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത്, ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ, വെള്ളം മാത്രം കുടിക്കുക. ഉച്ചയ്ക്കത്തെ ലഞ്ചും രാത്രി ഒരു 7 മണിക്ക് മുമ്പുള്ള ഡിന്നറും കൂടെ ചെയ്തിട്ട് രാവിലത്തെ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ബ്ലഡ് വെസലിനുള്ള ബ്ലോക്കേജുകളൊക്കെ ക്ലിയർ ആക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ, ചെറുതായിട്ട് കളിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ സോലിയസ് മസിൽ എന്ന് പറയും, കാലിലെ കാഫ് മസിലിൻ്റെ അവിടെയുള്ള മസിലിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ആക്കി കഴിഞ്ഞാൽ ബോഡിയിലെ കൊളസ്ട്രോൾ ലെവൽ കുറയും, ഷുഗർ ലെവൽ കുറയാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് വെറുതെ ഒരു ഫുഡ് നിയന്ത്രിച്ചതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് മാത്രമല്ല, നമ്മളിപ്പോൾ ഭൂരിഭാഗം ആൾക്കാരെ അവകാശപ്പെടുന്നത് ഗുളിക എടുക്കുന്നുണ്ട്, മരുന്നെടുക്കുന്നുണ്ട്. എന്ത് കാര്യം? മരുന്നെടുക്കുന്നുണ്ട്, ഷുഗറിൽ ബ്ലഡിൽ കൂടുന്നില്ല എന്നുള്ളതല്ലാതെ ഡാമേജുകളൊന്നും വരാതിരിക്കുന്നില്ല, അതെല്ലാം ഡാമേജും വരുന്നുണ്ട്. അപ്പോൾ ഡാമേജ് ക്ലിയർ ആക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. പിന്നെ ഗട്ട് ഹെൽത്ത് വളരെ പ്രോപ്പറായിട്ടിരിക്കണം. പ്രോബയോട്ടിക്സ് ഒക്കെ എടുത്തേച്ച് അബ്സോർപ്ഷനൊക്കെ പ്രോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഡയബറ്റീസ് ആണോ, മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, അങ്ങനെ കാര്യം വരുമ്പോൾ മല മുറുകാൻ തുടങ്ങും. പിന്നെ അവിടെ സംസാരിക്കുന്ന സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ കുടലിലെ ഹെൽത്ത്, ഷുഗർ, പ്രമേഹമുള്ളവർക്ക് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഓവർ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് 70 കിലോ മതി, അല്ലെങ്കിൽ കൂടി പോയാൽ 75 കിലോ പിടിച്ചു. അപ്പോൾ അത് 80, 90, 100 വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ കൂടുകയാണ്. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതാണ് ക്ലിയർ ആക്കേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടല്ല,
സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഫാറ്റ് ലിവർ നോക്കിയിട്ട് ഇത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 2 ആണോ നോക്കിയിട്ട് അത് ക്ലിയർ ആക്കണം. അത് ഗ്ലൂക്കോസ് കട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഡയറ്റ് വരികയും പ്രീബയോട്ടിക്സ് omega-3 അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഫാറ്റ് ലിവർ കുറയുന്ന രീതികളൊക്കെ വരുന്നതാണ്. ഇതൊക്കെ എന്തോ ഒരു സൊല്യൂഷനുള്ള കാര്യമെന്നറിയോ. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴും കാല് മുറിച്ചു, കാഴ്ച നഷ്ടപ്പെട്ട്, അതേപോലെ തന്നെ പ്രകൃതം തന്നെ മാറി ആകെ മെലിഞ്ഞ് വല്ലാത്ത രീതിയിലേക്ക് മാറുകയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതി വരികയും ഉച്ചയാകുമ്പോൾ തന്നെ തലകറങ്ങി വീഴുന്നൊരു അവസ്ഥയിൽ വരികയും ഈ ഇൻസുലിൻ എടുത്ത് വയർ ഇത്രയും വലിയതാക്കുകയാണ്. അതായത് എടുക്കുന്ന ഭാഗത്തൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് പോവുകയാണ്. പക്ഷേ ശരീരം പ്രൊപ്പോർഷൻ നോക്കുമ്പോഴത്തേന് ആകെ മാറിക്കിടക്കുകയാണ്. ഇനി കിഡ്നിക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിക്കവറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയതിന് ശേഷം അതിനെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.